വെൽക്കം ടു MJC സ്കൂൾ. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ PSCക്കും അതുപോലെ തന്നെ UPSC, JE, RRB തുടങ്ങിയ എക്സാമുകൾക്ക് ചോദിക്കുന്ന കൗണ്ടിങ്, നമ്പർ ഓഫ് ട്രയാങ്കിൾസ്, നമ്പർ ഓഫ് സ്ക്വയേഴ്സ്, നമ്പർ ഓഫ് റെക്ടാങ്കിൾസ് ആൻഡ് ഡൈസ് പ്രോബ്ലംസ്, ഇതിനെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മടക്കാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ. മടക്കാണെങ്കിൽ E and F. ഇയും എഫും ഓപ്പോസിറ്റ് ആയിരിക്കും. 4 into 4 16 plus 3 into 3 9 plus 2 into 4 plus 1. That is 16 plus 4 20, 20 plus 9 plus 10, but 20 plus 10 30 squares will be here. ഈ ചിത്രത്തില് എത്ര ത്രികോണങ്ങളുണ്ട്? ഈ ചിത്രത്തില് എത്ര ചതുരങ്ങളുണ്ട്? ഈ ചിത്രത്തില് എത്ര ചതുരങ്ങളുണ്ട്? ഈ ചിത്രത്തിൽ എത്ര സമചതുരങ്ങളുണ്ട്? ഈ ചിത്രത്തിൽ എത്ര ത്രികോണങ്ങളുണ്ട്? ഈ ചിത്രത്തിൽ എത്ര ചതുരങ്ങളുണ്ട്? ഓക്കെ, ഈ ചിത്രത്തിൽ വണ്ണിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്പർ ഏതാണ്? വണ്ണിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്പർ ഏതാണ്? ഒരു ഡൈസിൽ ഓപ്പോസിറ്റ് നമ്പേഴ്സ് കൂട്ടി കഴിഞ്ഞാൽ എത്രയാണ്? ഓക്കെ, തുടങ്ങാം. വെൽക്കം ടു MJC സ്കൂൾ. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ PSCക്കും അതുപോലെ തന്നെ UPSC, JE, RRB തുടങ്ങിയ എക്സാമുകൾക്ക് ചോദിക്കുന്ന കൗണ്ടിങ്, നമ്പർ ഓഫ് ട്രയാങ്കിൾസ്, നമ്പർ ഓഫ് സ്ക്വയേഴ്സ്, നമ്പർ ഓഫ് റെക്ടാങ്കിൾസ് ആൻഡ് ഡൈസ് പ്രോബ്ലംസ്, ഇതിനെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ട്രയാങ്കിള്. ഈ ട്രയാങ്കിളിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 1. ഇനി ഇതിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 2. നോ, ഇതിൽ 3 ട്രയാങ്കിൾസ് ഉണ്ട് അല്ലേ? 1, 2 ആൻഡ് ബിഗസ്റ്റ് വൺ 3 ട്രയാങ്കിൾസ് ഉണ്ട്. നമ്മൾ അങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് എത്ര പാർട്ടാക്കി ഡിവൈഡ് ചെയ്ത് നോക്കാം. 1, 2 ഇതാണ് കൂടി ആഡ് ചെയ്യാം. 1 plus 2 plus 2, that is 3 triangles are there. ഇനി ഇവിടെ ആണെങ്കിലോ, ഇവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 1, 2, 3 ഇവിടെ ആഡ് ചെയ്യാം. 1 plus 2 plus 3, that is 6 triangles are there. 6 triangles are there. ഇനി ഇപ്പോഴോ എത്ര? 1 plus 2 plus 3 plus 4. ഇപ്പോഴോ 1 plus 2 plus 3 plus 4 plus 5. 1 plus 2 plus 3 plus അങ്ങനെ കൂട്ടി പോകുന്ന ആ ഒരു പിന്നെ ഇക്വേഷൻ നമുക്കറിയാം. 1 plus 2 plus 3 plus എക്സെട്ര പ്ലസ് n ആണെങ്കിൽ നമുക്കറിയാം 1 മുതൽ n വരെയുള്ള n സംഖ്യകളുടെ തുക n into n plus 1 by 2, that is അപ്പോ ഇത് 1, 2, 3, 4, 5 ആണ്. 1 plus 2 plus 3 plus 4 plus 5. ഇത് കൂട്ടാൻ കുറച്ച് ടൈം എടുക്കും, നമുക്കറിയാം. കുറച്ച് ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഒന്നുകൂടി ബിഗസ്റ്റ് പ്രോബ്ലം ആണെങ്കിൽ ഒന്നുകൂടി ടൈം എടുക്കും. അപ്പൊ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ n into n plus 1 by 2. 5 ആണ് ലാസ്റ്റ് n. അപ്പൊ 5 plus 6 by 2, sorry 5 into 6 by 2, that is 3, 15. That will be 15 triangles. ഇനി ഇപ്പോഴോ ഇപ്പൊ എത്ര ഉണ്ടാവും? 1, 2, 3, 4, 5, 6, 7. 7 into 8 by 2, that is 28 triangles will be there. സാധാരണ ഇതുപോലെയുള്ള ഫിഗേഴ്സ് ആണ് എത്ര ട്രയാങ്കിൾസ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യാൻ നമ്മളോട് പറയാറുള്ളത്. ഓക്കെ, ഈ ടൈപ്പ് നമുക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ടൈപ്പ് ഇപ്പൊ നമ്മൾ പറഞ്ഞു, സിമ്പിൾ ആണ്. ഈ ലൈനിനെ എത്ര വട്ടം കട്ട് ചെയ്യേണ്ടത് നോക്കാം. 1, 2, 3, 4, 5. 5 പിന്നെ 5ന്റെ അടുത്ത സംഖ്യ 6. 5 into 6 30. 30ന്റെ പകുതി 15 എണ്ണം ഉണ്ടാവും. ഓക്കെ, സിമ്പിൾ ആണ്. ഒന്നുകൂടി കൗണ്ട് ചെയ്യാം. 1, 2, 3, 4, 5. 5 പിന്നെ അടുത്ത സംഖ്യ 6. 5 into 6 എത്ര? 5, 6, 30. 30ന്റെ പകുതി 15. സിമ്പിൾ. ഓക്കെ, ഇനി ഒന്നുകൂടി ഇടുകിലോ. അപ്പോ 1, 2, 3, 4, 5, 6 6 6 എത്ര ട്രയാങ്കിൾസ് ഉണ്ടാവും? അതായത് ഈ ലൈനെ കട്ട് ചെയ്യുന്ന പാർട്സ് 6 ഉണ്ട്. 1, 2, 3, 4, 5, 6 ആണെങ്കിൽ 6 plus 7 എത്രയാ? 6 plus 7 അടുത്ത സംഖ്യ 6ഉം 7ഉം. 6 into 7 എത്ര? 7, 42. 42ന്റെ പകുതി 21. There will be 21 triangles. Okay,
ഇതാണ് ഈ ടൈപ്പാണ്. നമുക്ക് സിമ്പിൾ ആണ്. എത്ര കട്ട് ചെയ്യണ്ട, എത്ര വട്ടം പാർട്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ഇൻ പ്ലസ് 1 ചെയ്യുക, ഇൻറ്റു ചെയ്യുക, ബൈ 2 ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 10 ഉണ്ടെങ്കിലോ 10ഉം ഇവിടെ 10 വരെ ലൈൻ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 10 പിന്നെ 11, 10ഉം 11ഉം ഗുണിക്കാം. 10 into 11 110, 110 by 2 55. That will be 55 triangles. ഓക്കെ, ഇനി ഇതിൽ തന്നെ ചെറിയൊരു ട്വിസ്റ്റ് കൊടുക്കുകയാണ്. എങ്ങനെയാ, ഇവിടെ ലൈനും കൂടി ഉണ്ട് വിചാരിച്ചോളൂ. അപ്പൊ ഈ ഫിഗറിൽ ആകെ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് കാണണമെങ്കിൽ ഇവിടെ 15 നമ്മൾ ഓൾറെഡി പറഞ്ഞു, പിന്നെ ഇവിടെ 15 ഉണ്ടാവും. അപ്പൊ 15 പ്ലസ് 15 30, അല്ലെങ്കിൽ 15 ഇൻറ്റു ഇവിടെ എത്ര ലൈൻ ഉണ്ടാവും 1 2 2, that is 30. That will be 30 triangles. ഇനി ഇവിടെ ലൈൻ കൂടി ഉണ്ടെങ്കിലോ എത്ര ലൈൻ ഉണ്ടെങ്കിലും പേടിക്കാതെ നമുക്ക് ഈ ഇക്വേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റത്തെ എത്ര ഉണ്ട് നോക്കാം. 1 2 3 4 5, 5ഉം 6ഉം, 5 ഇൻറ്റു 6 30, 30 2 15. ഓക്കെ, ബേസിക് 15 ആണ്. 15 നോക്കാം. പിന്നെ എത്ര ഇങ്ങനത്തെ ലൈൻ നോക്കാം 1 2 3. അപ്പൊ എത്ര വരും 1 2 3 4 15 ഇൻറ്റു 4 എത്രയാ 60. 60 triangles. ഈ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ വരിക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, എത്ര ലൈന്, എത്ര ആ ബേസിക് ലൈനെ എത്ര വട്ടം ഡിവൈഡ് ചെയ്യേണ്ടത് നോക്കുക. ഇപ്പോൾ പിന്നെ 9 ടൈംസ് ഡിവൈഡ് ചെയ്യേണ്ടത് വിചാരിച്ചോളൂ. അപ്പോൾ 9, അപ്പോൾ 9 പ്ലസ് 1 10. 9 into 10, 9 കണ്ടില്ല, അടുത്ത നമ്പർ 10 ആണ്. 9 into 10 by 2. ഓക്കെ, 90 by 2, that is 45 triangles should be here. ഇനി അപ്പോൾ അത് സിംഗിൾ ആയിട്ടുള്ള 9 ആണ്. ഇനി ഇങ്ങനെ ലൈൻ കൂടെ ഉണ്ടെങ്കിൽ 45 into 2, ഒന്നുകൂടെ ഉണ്ടെങ്കിൽ 45 into 3. ഈ പ്രോബ്ലത്തിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് സെക്കൻഡ് പ്രോബ്ലം നോക്കാം. ഇത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് ജസ്റ്റ് കൗണ്ട് ചെയ്യാം. 1 2 3 4, 4 ഉണ്ട്. 4 into 2 ചെയ്യാം. into 2, 4 into ആകുമ്പോൾ അപ്പോൾ എത്ര വരിക 8 വരിക. ഇവിടെ 8 triangles വരിക, 8 triangles ഉണ്ടാവും. ഇനി ഇങ്ങനെയാണെങ്കിലോ 1 2 3 4 5 6 into 2, 2 triangles will be here. And ഇങ്ങനെ ഒന്നുണ്ടെങ്കിലോ 1 2 3 4 5 6 7 8 into 2, 16 triangles will be here. into 2 ചെയ്താൽ മതി, വേറെ ഒരു പണിയില്ല. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരക്കാം. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12. 12 into 2, that is 24 triangles will be here. 24. Just count it. 1 2 3 4 5 6 7 8 9 10 11 12 11 12. 12 എന്നുള്ള സംഖ്യ into 2 ചെയ്യുക. അപ്പോൾ 24 ആണ് ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ്. ഇനി ഇതിൽ ഒരു ചെറിയൊരു ട്വിസ്റ്റും കൂടി. ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ടാവും ഈ ഫിഗറിൽ ടോട്ടൽ ഈ ഫിഗറിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടാവും നോക്കണമെങ്കിൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അവിടെ എത്രയാണ് 24 ആണ് കണ്ടുപിടിച്ചു. അതായത് ബിഗസ്റ്റ് വൺ 24 ആണ്. പിന്നെ അതിനുള്ളിൽ ഒരു 24 ഉണ്ടാവും. 24 plus 24, that is 48. There will be 48 triangles. ഓക്കെ, ഈ ഫിഗർ ഓക്കെ അല്ലേ? എത്ര ജസ്റ്റ് 1 2 3 4 5 6 ആണെങ്കിൽ 6 കൗണ്ട് ചെയ്യുക, into 2 ചെയ്യുക, 12 ആണ്. അതാണ് അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ്. ഇനി ഉള്ളിൽ വേറൊരു ഫിഗർ കൂടി ഉണ്ടെങ്കിൽ into 2, അപ്പോൾ അതായത് 6 12 12 into 2, that is 24 triangles. ഓക്കെ, ഈ ഫിഗറിൽ ഇവിടെ ഈ ഫിഗറിൽ എത്രയാണ്, പുറത്ത് മാത്രം 24 ഉണ്ട്, ഉള്ളിൽ 24 ഉണ്ടാവും. അതായത് ഈ ഫിഗറിൽ 24 ഉണ്ടാവും. 24 into 2 48. ഇനി ദിസ് ടൈപ്പ് ഓഫ് പ്രോബ്ലം ജസ്റ്റ് കൗണ്ട് ചെയ്യാം. 1 2 3 4 എത്ര ഉണ്ട്? 4 ഉണ്ട് അല്ലേ? 4ഉം പിന്നെ ബിഗസ്റ്റ് വണ്ണും എത്രയാ? 5. 4 plus 1, 4 plus 1, that is 5. ഓക്കെ, ഒന്ന് കൗണ്ട് ചെയ്യാം. ഇവിടെ 1 1 1 1. ഓക്കെ, അപ്പൊ 4 പിന്നെ ബിഗസ്റ്റ് വണ്ണ് 1, അപ്പോൾ 4 1 5. ഇനി ഇതിൽ തന്നെ ചെറിയൊരു ടെസ്റ്റ്. ഇങ്ങനെ വരികയാണെങ്കിൽ ഉള്ളിലെ ഫിഗർ കൂടി വരികയാണെങ്കിൽ എത്ര ഉണ്ടാവും? ഒന്നുമില്ല, 1 2 3 4 4 പ്ലസ് പിന്നെ നമ്മൾ ലാസ്റ്റ് കൂട്ടുന്ന ഈ 1 ഇവിടെ കൂട്ടാൻ പാടില്ല. കാരണം ഈ ഫിഗറിനെ അപേക്ഷിച്ചിട്ട് അവിടെ ഈ ട്രയാങ്കിൾ ഒന്നും കൂടി കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടിലും ആ 1 വരാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് ഇപ്പൊ കൗണ്ട് ചെയ്യാൻ പാടില്ല. ഇനി പുറത്ത് കൗണ്ട് ചെയ്യാം. 1 2 3 1 2 3 4 4 പ്ലസ് പിന്നെ ഈ ബിഗസ്റ്റ് 1 that is 4 plus 4 8 8 plus 1 9. That will be 9 triangles. നോക്കി നോക്കിക്കോളൂ.
ഇതും എത്ര ഉണ്ടാവും? 1 2 3 4 പിന്നെ ലാസ്റ്റ് 1 അപ്പൊ 5. ഇതിലോ 1 2 3 4 5 6 7 8 ലാസ്റ്റ് 1 അപ്പൊ 9. ഇനി ഇതിലോ 1 2 3 4 5 6 7 8 9 10 11 12 and 13. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ്. ഇനി ഈ ഫിഗറിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? ഈ ഫിഗറിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് നമുക്ക് ആണെങ്കിൽ നമുക്കൊരു പിന്നെ സംഖ്യകൾ നമ്മൾ കാണാൻ പഠിച്ചിരിക്കണം. 1 5 13 and 27 48 78 118 178. ഇനി 1 ആണെങ്കിൽ 2 ആണെങ്കിൽ 3 ആണെങ്കിൽ 4 ആണെങ്കിൽ 5 ആണെങ്കിൽ 6 ആണെങ്കിൽ 7 ആണെങ്കിൽ 8 ആണെങ്കിൽ, അതായത് നിങ്ങൾ ഹോൾഡ് ചെയ്യാം 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 4 ആണ് ഇവിടുത്തെ ബേസിക് നമ്പർ. n = 4 ആണ്. n = 4 ആണെങ്കിൽ നോക്കാം, n = 4 ആണെങ്കിൽ there will be 27 triangles. ഇത് പിന്നെ പഠിക്കണമെങ്കിൽ നമുക്ക് ഈ നമ്പേഴ്സ് പഠിച്ചു വെക്കണം. സിമ്പിൾ ആണ്. 1 5 13 27 48 78 118 170. അപ്പോൾ കൗണ്ടിങ് ദി ട്രയാങ്കിൾസ് ആണ് ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് കൗണ്ടിങ് ദി സ്ക്വയേഴ്സ്, കൗണ്ടിങ് ദി റെക്ടാങ്കിൾസ് ഒക്കെ നോക്കാം. ഞാൻ ജസ്റ്റ് ടിസ്റ്റ് മേടിച്ച് വെക്കാണ്. ഹൗ മെനി ട്രയാങ്കിൾസ് വിൽ ബി ഹിയർ, സോറി ഹൗ മെനി റെക്ടാങ്കിൾസ് വിൽ ബി ഹിയർ. ഇതിൽ എത്ര ചതുരങ്ങളുണ്ട്? എത്ര ഉണ്ട്? യെസ്, ഇതിൽ 0 ചതുരങ്ങളാണ്. എന്താ ചതുരത്തിന്റെ പ്രത്യേകത? 4 സൈഡ് 4 ആംഗിളും 90 ഡിഗ്രി ഇരിക്കണം. ഇവിടെ അങ്ങനെ ഏതെങ്കിലും ഒരു പിന്നെ ക്വാഡ്രിലാറ്ററൽ ഉണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു ചതുർഭുജം ഉണ്ടോ? ഇല്ല. എല്ലാത്തിനും ആംഗിള് ഏതൊരു പിന്നെ റെക്ടാങ്കിൾ ഒരു പിന്നെ ക്വാഡ്രിലാറ്ററൽ എടുത്താലും ഒരു ചതുർഭുജം എടുത്താലും അതിൽ ആംഗിള് 4 90 ആയിട്ടുള്ള ഒറ്റൊരു ചിത്രം പോലും ഇതിലുണ്ടാവില്ല. അപ്പൊ ഇതിൽ നമ്പർ ഓഫ് റെക്ടാങ്കിൾസ് 0 ആണ്. ഓക്കെ, ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ. നമുക്ക് അല്ലാത്ത റെക്ടാങ്കിൾസും സ്ക്വയേഴ്സും എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഉദാഹരണത്തിന് ഹൗ മെനി റെക്ടാങ്കിൾസ് ഇൻ എ ചെസ് ബോർഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ. ഈ ഫിഗറിൽ എത്ര ചതുരങ്ങളുണ്ട്? ചതുരങ്ങളുണ്ട് എന്നാണ്, സമചതുരങ്ങളുണ്ട് എന്നല്ല. ഓക്കെ, ഈ ഫിഗറിൽ എത്ര ചതുരങ്ങളുണ്ട്? ഈ ഫിഗറിൽ എത്ര ചതുരങ്ങളുണ്ട്? ഈ ഫിഗറിൽ എത്ര ചതുരങ്ങളുണ്ട്? ഇതെങ്ങനെ കൗണ്ട് ചെയ്യുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. ഇതിൽ പെർമുട്ടേഷനും കോമ്പിനേഷനും ഒക്കെ ഒരു ഭാഗമുണ്ട്. കോമ്പിനേഷൻ NC6, അതേപോലെ തന്നെ പെർമുട്ടേഷൻ NP6, അതിനൊക്കെ ഇക്വേഷൻസ് ഉണ്ട്. അതിന്റെ പിന്നെ ഡീപ്പായിട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല ഇപ്പോൾ. അതായത് RRB JE ഒക്കെ ചിലപ്പോൾ ചാൻസ് ഉണ്ടാവും. പക്ഷെ ഇത് നോർമലായിട്ട് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. പിന്നെ RRB JE അതുപോലെ തന്നെ ഹൈ ലെവൽ എക്സാമിനൊക്കെ NPR NCR ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് വേറെ ക്ലാസ്സിൽ പറയാം. എന്തായാലും നോക്കിക്കോളും. ഇവിടെ എത്ര ചതുരങ്ങളുണ്ടെന്ന് കാണാൻ നമുക്ക് എന്ത് ചെയ്യണം? എത്ര ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട് നോക്കാം. നോക്കിക്കോളും. വിത്ത് ദിസ് വൺ ഇതും കൂട്ടണം. എത്ര കള്ളുണ്ട് എന്നല്ല, എത്ര ലൈൻസ് ഉണ്ട്. 1 2 3 4 5 എത്ര ഉണ്ട്? 5. അപ്പോൾ 5C2 ഇൻറ്റു C2 അങ്ങനെ എഴുതാൻ പഠിക്കും, കുഴപ്പമില്ല. 5C2 ഇൻറ്റു ഇനി എത്ര വെർട്ടിക്കൽ ലൈൻസ് ഉണ്ട്? 1 2 3 4 5 അതും 5 ആണ്. 5C2 അല്ലേ? C2 5C2 ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ 2 ലൈനല്ലേ ഉള്ളൂ. അപ്പോൾ 2 ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ 2 അതുകൊണ്ടാണ് ഈ 2. 5C2 ഇൻറ്റു 5C2. ഇനി ഇതാണ് ചെയ്യാൻ ശ്രദ്ധിച്ചോളൂ. ഒന്നുമില്ല, 5 ഇൻറ്റു അതിൻ്റെ താഴെയുള്ള നമ്പർ 4/2. 5 ഇൻറ്റു 4/2 ഇൻറ്റു ഇനി ഇതും 5 ഇൻറ്റു 4/2. സോ 2 2 4 ഈ 4 വെട്ടി. ഇനി 5 ഇൻറ്റു 5 25 25 ഇൻറ്റു 4 100. ദാറ്റ് ഈസ് there will be 100 rectangles here. ഇവിടെ 100 ചതുരങ്ങൾ ഉണ്ടാവും. അതിൽ ചതുരങ്ങളും പെടും, ദീർഘചതുരം പെടും, സമചതുരം പെടും. എല്ലാ സമചതുരങ്ങളും ചതുരങ്ങളാണ്. പക്ഷെ എല്ലാ ചതുരങ്ങളും സമചതുരങ്ങളല്ല. എല്ലാ സമചതുരങ്ങളും ചതുരങ്ങളാണ്. പക്ഷെ
എല്ലാ ചതുരങ്ങളും സമചതുരങ്ങളല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ എത്ര ചതുരങ്ങൾ കൗണ്ട് ചെയ്യുമ്പോൾ അതിൽ സമചതുരങ്ങൾ കൂടി എണ്ണും. എന്തായാലും ഇതെല്ലാം കൂടി എണ്ണി തീരുമ്പോൾ അതിന് ഒരുപാട് ടൈം എടുക്കും. അപ്പൊ നമുക്ക് ഇക്വേഷനിൽ പോവാം. ഒന്നുകൂടി എത്ര ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട് നോക്കുക, 5 അപ്പൊ 5c2 ഇൻറ്റു എത്ര വെർട്ടിക്കൽ ലൈൻസ് ഉണ്ട് നോക്കുക, അതും 5 5c2 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 നമ്മൾ 5 ഇൻറ്റു 4/2 5c2 5 ഇൻറ്റു 4/2. ഓക്കെ, 8c2 ആണെങ്കിലോ 8c2 ആണെങ്കിൽ 8 ഇൻറ്റു താഴെ നമ്പർ 7 8 ഇൻറ്റു 7/2. 6c2 ആണെങ്കിൽ 6 ഇൻറ്റു 5/2. ഓക്കെ, എത്ര ഉള്ളൂ. ഇനി ഇതിലെത്ര ചതുരങ്ങളുണ്ട്, നോക്കിക്കോളൂ. സമചതുരങ്ങളിലെ ചതുരങ്ങളുണ്ട് എന്നാണ് ചോദ്യം. ഇതിലെത്ര ചതുരങ്ങളുണ്ട് നമുക്ക് നോക്കാം. എത്ര ഹൊറിസോണ്ടൽ ലൈൻസ്, 1 2 3 4 5 അഗൈൻ 5. അപ്പോൾ 5c2 ഇൻറ്റു ഇനി എത്ര വെർട്ടിക്കൽ ലൈൻസ്, 1 2 3 4 5 6 7 8 8c2 5c2 ഇൻറ്റു 8c2. ശ്രദ്ധിക്കണം, ഇവിടെ എത്ര കള്ളിയുണ്ട്, 1 2 3 4 5 6 7 കള്ളികൾ ഉണ്ടെങ്കിൽ 8 ലൈൻസ് ഉണ്ടാവും. ഇവിടെ എത്ര കള്ളിയുണ്ട്, 1 2 3 4 കള്ളികൾ ഉണ്ടെങ്കിൽ 4 കള്ളികൾ ഉണ്ടെങ്കിൽ അവിടെ 5 ലൈൻസ് ഉണ്ടാവും. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇവിടെ നോക്കും 1 2 3 4 കള്ളികളാണ്, അപ്പൊ 5 ലൈൻസ് ഉണ്ടാവും. 1 2 3 4 ലൈൻസ് ആണ്, 4 കള്ളികളാണ്, അതുകൊണ്ട് അവിടെ 5 ലൈൻസ് ഉണ്ടാവും. ഇനി ഇത് ചെയ്ത് നോക്കാം നമുക്ക്. ഇവിടെ എത്ര ചതുരങ്ങൾ ഉണ്ടെന്നാണ്, ഇവിടെ എത്ര ചതുരങ്ങൾ ഉണ്ടെന്നാണ്, ഇവിടെ എത്ര സമചതുരങ്ങളുണ്ട് എന്നുള്ളത് അടുത്ത ചോദ്യത്തിന് ഞാൻ പറയുന്നുണ്ട്. ഇത് ചതുരങ്ങളാണ്, ടോട്ടൽ നമ്പർ ഓഫ് റെക്ടാംഗിൾസ്. അപ്പോൾ 5 ഇൻറ്റു 4/2 ഇൻറ്റു 8 ഇൻറ്റു 8 താഴെ നമ്പർ 7 8 ഇൻറ്റു 7/2. സിമ്പിൾ ആണ്. 22 എത്രയാ, 4 ആണ്. ഈ 4ഉം താഴെ 4 മുകളിൽ 4 വെട്ടി 5 ഇൻറ്റു 8 40 40 ഇൻറ്റു 7 40 into 7 280 is the answer. That is, ഇവിടെ ആകെ 280 ചതുരങ്ങളുണ്ട്. നമുക്ക് ഇതിൽ തന്നെ എത്ര സമചതുരങ്ങളുണ്ട് നോക്കാം. ഓക്കെ, ചതുരങ്ങളും സമചതുരങ്ങളും വേറെയാണ്, ശ്രദ്ധിച്ചോളൂ. ഇനി ഈ ഫിഗറിൽ എത്ര സമചതുരങ്ങളുണ്ട് നോക്കാം. ഈ ഫിഗറിൽ സമചതുരങ്ങൾ എത്രയുണ്ട് എന്ന് നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ചതുരങ്ങൾ എത്രയുണ്ട് നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. ഇവിടെ ആകെ 100 ചതുരങ്ങൾ ഉണ്ടാവും. ഇനി നമ്മൾ ഇവിടെ എത്ര സമചതുരങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത്. ഞാൻ ചോദിക്കാണ്, ഇവിടെ സമചതുരങ്ങളാണോ ചതുരങ്ങളാണോ? അപ്പൊ 100നേക്കാൾ കൂടുക. ഇവിടെ എത്ര സമചതുരങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം 100ന്റെ മുകളിലാവോ താഴെയാവോ? ഇവിടെ ഇനി കണ്ടുപിടിക്കാൻ പോകുന്ന സമചതുരങ്ങളുടെ എണ്ണം 100നേക്കാൾ താഴെയായിരിക്കും, ഉറപ്പാണ്. കാരണം നമ്മൾ ഇത് കൗണ്ട് ചെയ്തപ്പോ, ചതുരങ്ങൾ കൗണ്ട് ചെയ്തപ്പോ അതിൽ സമചതുരങ്ങളെ കൂടി കൂട്ടി. കാരണം എല്ലാ സമചതുരങ്ങളും ചതുരങ്ങൾ കൂടിയാണ്. അപ്പോ ഇനി സമചതുരങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാല് ഈ ചതുരങ്ങളുടെ എണ്ണത്തിനേക്കാൾ കുറവായിരിക്കും. ഓക്കെ, ഇവിടെ അതേപോലെ തന്നെ കുറവായിരിക്കും. ഇനി സമചതുരങ്ങളുടെ എണ്ണം കാണണമെങ്കിൽ വേറെ ഒരു മെത്തേഡാണ്, അത് ശ്രദ്ധിച്ചോളൂ. ജസ്റ്റ് നമ്പേഴ്സ് ഇടാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 5 6 7 1 2 3 4. ഇവിടെ ഓൾറെഡി 1 ഉണ്ട്, 2 3 4. ശ്രദ്ധിച്ചോളൂ. 4 into 4 16 plus 3 into 3 9 plus 2 into 4 plus 1. That is 16 plus 4 20 20 plus 9 plus 1 10 but 20 plus 10 30 squares will be here. നേരത്തെ എത്ര റെക്ടാംഗിൾസ് ആയിരുന്നു, എത്ര ചതുരങ്ങളായിരുന്നു? 100 എണ്ണം. ഇപ്പൊ എത്ര സ്ക്വയർസാ? 30 എണ്ണം. ഓക്കെ, അങ്ങനെയാണ് ചെയ്യാം. ഇനി ഇവിടെ എത്ര ഇവിടെ എത്ര സമചതുരങ്ങളുണ്ട് നോക്കാം. 4 into 7 28 പ്ലസ് 3 into 6 18 പ്ലസ് 2 into 4 8 പ്ലസ് 1 into 3 3. ഓക്കെ, 4 into 7 28 പ്ലസ് 3 into 6 18 പ്ലസ് 2 into 4 8 പ്ലസ് 3 into 1 3. That's equal to 16 16 8 24 24 7 ഇഷ്ടം 2 2 1 3 3 2 5. That is 57 squares will be here. ഇങ്ങനെയാണ് ഈ ചോദ്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് സ്ക്വയർസും റെക്ടാംഗിൾസും. ഇവിടെ എൻ്റെ ഫിഗർ ശ്രദ്ധിക്കുക. സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സ്ക്വയർ ആയിട്ട് ആണ് ശരിക്കും വരക്കേണ്ടത്. കറക്റ്റ് ലെങ്ത്തും ബ്രെഡ്ത്തും നോക്കിയിട്ട് വരക്കുകയാണെങ്കിൽ കറക്റ്റ് സ്പേസ് ഇട്ട് വരക്കണം.
അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം സ്ക്വയർസ് ആക്കി കൂട്ടുകയാണെങ്കിൽ അങ്ങനത്തെ ഫിഗർ ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇത് ഒരു റെക്ടാങ്കിളിനെ പോലെ തോന്നും. ഇത് ആ വിഷയം കണ്ട ശരിക്കും എങ്ങനെയാണ് കറക്റ്റ് ലെങ്ത് മുടക്കി വെച്ചിട്ട് ഈക്വലി ഡിവൈഡ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഓരോ സ്ക്വയറും വെച്ച് കൂട്ടുകയാണെങ്കിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആകെ അവിടെ 57 സമചതുരങ്ങൾ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി നമുക്ക് ഡൈസിനെ കുറിച്ച് അഥവാ ചതുരക്കട്ടയെ കുറിച്ച് നമുക്ക് പഠിക്കാം. അതിനെ കുറിച്ച് വരാവുന്ന ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു ചതുരക്കട്ടയുടെ ചുറ്റും 6 ഫേസ് ഉണ്ടാവും. 6 ഫേസ് ഉണ്ടാവും നമുക്കറിയാം. ഒരു സ്റ്റാൻഡേർഡ് ചതുരക്കട്ടയാണെങ്കിൽ ഓപ്പോസിറ്റ് ഫേസിലെ സംഖ്യകൾ തമ്മിൽ കൂട്ടി കഴിഞ്ഞാൽ 7 കിട്ടും, 7 കിട്ടും. ഓപ്പോസിറ്റ് സൈഡ്സ് കൂട്ടുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പിന്നെ കട്ടക്കളി കളിക്കുന്നതാണ് അല്ലേ, അത് ആ കട്ട ആ ക്യൂബ് അതിന് പേരാണ് ഡൈസ്. ആ ഡൈസിന്റെ ചുറ്റും 1 എഴുതിയിട്ടുണ്ടാവും, 2, 3, 4, 5, 6 ഒക്കെ എഴുതിയിട്ടുണ്ടാവും, 6 വരെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡൈസ് ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് കൂട്ടുകയാണെങ്കിൽ ഇപ്പോൾ മുകളിൽ 1 ആണെങ്കിൽ താഴെ 6 ആയിരിക്കും. കാരണം 1 + 6 ആണ് എന്ത് വരിക, 7 വരിക. ഓപ്പോസിറ്റ് സൈഡ് ഇപ്പോൾ 5 ആണെങ്കിൽ 2 വരും, കാരണം 5 + 2 ആണ് 7 വരിക. അപ്പോൾ എപ്പോഴും ഓപ്പോസിറ്റ് ഫേസ് കൂട്ടുകയാണെങ്കിൽ 7 ആണ് കിട്ടേണ്ടത്. ഓക്കെ, സ്റ്റാൻഡേർഡൈസ് ആണെങ്കിൽ. പക്ഷെ എല്ലാ ചോദ്യത്തിലും സ്റ്റാൻഡേർഡൈസ് ആയിക്കൊള്ളണം എന്നില്ല, അങ്ങനെ ചോദ്യമൊന്നും വരില്ല. ഒരു ഡൈസ് മാത്രം തന്നിട്ട് ചോദിക്കാണ്. ഇതിപ്പോ ഈ ഫിഗറിൽ ചോദിക്കാണ് വാട്ട് ഈസ് ദി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് 3. 3ന്റെ എതിരെയുള്ള ആ സൈഡിലെ നമ്പർ എന്താണ് ചോദ്യം. ആ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡൈസേ ഉള്ളൂ, വേറെ ഒന്നും നമുക്ക് അസ്യൂം ചെയ്യാനോ വേറെ ഒരു വഴിയൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാക്കണം, നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊരു സ്റ്റാൻഡേർഡ് ഡൈ ആയിരിക്കാം എന്നാണ്. ഓക്കെ, അങ്ങനെ വേണം ആൻസർ ചെയ്യാൻ. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് ഡൈ ആണെങ്കിൽ മുകളിൽ 3 ആണെങ്കിൽ താഴെ എത്ര വരണം, 3ഉം 4ഉം കൂട്ടിയാൽ 7 ആവുള്ളൂ. 3 + 4 ആണ് 7. അപ്പൊ 3ന്റെ എതിരെയുള്ള ഇതിന് എതിരെയുള്ള താഴെയുള്ള ഈ വശം അവിടത്തെ നമ്പർ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ 3ന് എതിരെയുള്ള വശം ഞാൻ പറഞ്ഞ ഒറ്റ ഡൈ മാത്രമേ ഉള്ളൂ ചോദ്യത്തിലെങ്കിൽ അത് സ്റ്റാൻഡേർഡ് ഡൈ ആയിരിക്കും. അപ്പോ സ്റ്റാൻഡേർഡ് ഡൈന്റെ പ്രത്യേകത ഓപ്പോസിറ്റ് സൈഡ്സ് കൂട്ടുകയാണെങ്കിൽ 7 ആണ് കിട്ടുക. അപ്പൊ ഇവിടെ 3ഉം 4ഉം കൂടി കൂട്ടിയാൽ 7 കിട്ടുള്ളൂ. അപ്പോ ഈ 3ന് എതിരെയുള്ള ഈ സൈഡിലെ നമ്പർ 4 ആയിരിക്കും. ഒരു ഡൈസ് ആണെങ്കിൽ എന്തായാലും അങ്ങനെ വരാം. ഇനി 6ന് ഓപ്പോസിറ്റോ, 6ന് ഓപ്പോസിറ്റ് 1 ആയിരിക്കും, കാരണം 6 + 1 ആണ് 7. പിന്നെ 5ക്ക് ഓപ്പോസിറ്റോ 2 ആയിരിക്കും, 5 + 2 ആണ് 7. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതാണ്. 6ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്പർ കാണാനാണ്. 6ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്പർ കാണാനാണ്. ഇവിടെ ശ്രദ്ധിക്കാം, നമുക്ക് പിന്നെ ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിന്നെ കൗണ്ടിങ് നടത്തുക. അതായത് ക്ലോക്ക് വൈസ് ഇവിടെയും ക്ലോക്ക് വൈസിൽ എന്ത് ചെയ്യുക, കൗണ്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം, 1 നോക്കൂ, 1, 3 and 6. ഇനി ഇവിടുന്ന് 1, 5 and 2. ഇപ്പൊ മനസ്സിലാക്കാം 3ക്ക് ഓപ്പോസിറ്റ് ആരാണ്, 5 ആണ്. ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാണ് 3ക്ക് ഓപ്പോസിറ്റ് 5 ആണ്, 6ന് ഓപ്പോസിറ്റ് 2 ആണ്. എന്താ അവിടെ ചോദ്യം, 6ന് ഓപ്പോസിറ്റ് ആണ്, അപ്പൊ ആൻസർ 2 ആണ്. അപ്പോൾ ഇവിടെ ക്ലോക്ക് വൈസ് ആണെങ്കിൽ എവിടെയും ക്ലോക്ക് വൈസ്. ഇനി ഇവിടെ കൗണ്ടർ ക്ലോക്ക് വൈസ് ഇങ്ങോട്ടാണ് വെച്ചാൽ ഇവിടെയും ഇങ്ങോട്ട് എണ്ണണം. ഓക്കെ, രണ്ടും ഒരു ഡയറക്ഷനിലാണ്, അങ്ങനെ വേണം എണ്ണാൻ. അങ്ങനെ എന്നിട്ട് 1, 3, 6. ഇനി ഇവിടെ 1 ചെയ്ത 1, 5, 2, 1, 5, 2. ഇനി 3ക്ക് ഓപ്പോസിറ്റ് 5 ആയിരിക്കും, 6ന് ഓപ്പോസിറ്റ് 2 ആയിരിക്കും. ഇപ്പോൾ 1ന് ഓപ്പോസിറ്റ് 2 പറയാൻ പറ്റുമോ? വാട്ട് വിൽ ബി ഓപ്പോസിറ്റ് 1? ഇവിടെ 3യും 2ഉം 6ഉം ആയി, 3യും 5 ആയി. പിന്നെ 1, 2, 3, 4 അല്ലേ ബാക്കിയുള്ളൂ. 1ന് ഓപ്പോസിറ്റ് ഏതായിരിക്കും, 4 ആയിരിക്കും. 1ന് ഓപ്പോസിറ്റ് 4 ആയിരിക്കും. ഓക്കെ, ഇനി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ നോക്കിക്കോളൂ, 2 ഇങ്ങനെ കൗണ്ട് ചെയ്യാം. 2, 5, 3 and 2 സ്റ്റാർട്ട് ചെയ്യാം. 2, 5, 4. ഇതിൽ ലോജിക് ഉണ്ടോ? ഇല്ല, കാരണം 5ക്ക് ഓപ്പോസിറ്റ് 5നോട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് അങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റൂല. അപ്പൊ നമുക്ക് വേറെ വഴിയുണ്ട്, സിമ്പിൾ വഴിയാണ്. ശ്രദ്ധിച്ചോളൂ, ഇവിടെ 5 എന്താ ചോദ്യം, 3ക്ക് ഓപ്പോസിറ്റ് നമ്പർ ഏതാണെന്ന ചോദ്യം. 3 അപ്പൊ ഇവിടെ 2, 5 ആണ്. 2, 5ന്റെ അഡ്ജസന്റ് സൈഡ് 3 ആണ്. ഇവിടെ 2, 5 ആണ്. 2, 5ന്റെയും അഡ്ജസന്റ് ആയിട്ടുള്ള സൈഡ് 4 ആണ്. അപ്പൊ 3ക്ക് ഓപ്പോസിറ്റ് 4 ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നിൽക്കണത്, ഒന്ന് ഇങ്ങനെ നിൽക്കണത്. അപ്പോൾ ഇവിടെ 2, 5, 3, 2, 5, 4. അപ്പോൾ 3ക്ക് ഓപ്പോസിറ്റ് 4 ആയിരിക്കും. അതാണ് അതിൻ്റെ ഐഡിയ. 3ക്ക് ഓപ്പോസിറ്റ് 4 ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഇസ് ഇറ്റ്. സ്റ്റാൻഡേർഡ് ഐ ആണെങ്കിൽ ജസ്റ്റ് 7 ആക്കിയാൽ മതി. അല്ലാത്ത ഈ ടൈപ്പ് പിന്നെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ക്ലോക്ക് വൈസിൽ കൗണ്ട് ചെയ്യുക. രണ്ട് ഒരേ നമ്പേഴ്സ് ഫസ്റ്റ് ആദ്യം അടിക്ക് എഴുതുക. എന്നിട്ട്
പിന്നെ ബാക്കിയുള്ള നമ്പേഴ്സ് എഴുതിയിട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുമ്പോൾ 3 ഓപ്പോസിറ്റ് 5 ആണ്, 6 ഓപ്പോസിറ്റ് 2 ആയിരിക്കും. പിന്നെ വേണമെങ്കിൽ 1 ഓപ്പോസിറ്റ് ഏതാണെന്ന് ചോദിക്കാം. 1 ഓപ്പോസിറ്റ് എന്തായിരിക്കും? 3ഉം 5ഉം 6ഉം 2ഉം പോയി, പിന്നെ ബാക്കിയുള്ള നമ്പർ 4 ആയിരിക്കും 1 ഓപ്പോസിറ്റ്. ദാറ്റ് ഇസ് ഇറ്റ്. ഇനി ഈ ടൈപ്പ് ആണെങ്കിൽ ജസ്റ്റ് തിരിച്ചിട്ട പോലെയാണ്. 2 5 ഇവിടെയാണ്, 2 5 ഇവിടെയാണ്. 2 5ന്റെ ഈ ഭാഗത്ത് 3 ആണെങ്കിൽ 2 5ന്റെ ഈ ഭാഗത്ത് 4 ആണെങ്കിൽ 3 ഓപ്പോസിറ്റ് 4 ആയിരിക്കും. സിമ്പിൾ ആണ്. ഈ ടൈപ്പ് ചോദ്യങ്ങൾ വരാം ഡൈസസിൽ തന്നെ. അതായത് ഒരു പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ഇത് മടക്കിയിട്ട് ഒരു ഡൈസാക്കി മാറ്റുകയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പിന്നെ ഓപ്പോസിറ്റ് സൈഡ്സ് ഏതൊക്കെ വരിക, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നോക്കാം നമുക്ക്. അപ്പോൾ ഈ പേപ്പർ ABCDEF എന്നുള്ള ഈ ഒരു ഇതേപോലത്തെ ഫോമിൽ ഉള്ള പേപ്പർ നോക്കുകയാണെങ്കിൽ വാട്ട് വിൽ ബി ഓപ്പോസിറ്റ് ടു സി? സിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ആയിരിക്കും. നമുക്ക് നോക്കാം. അതേപോലുള്ള പേപ്പർ ഇതേപോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ABCD ആൻഡ് ABCD. ഓക്കെ, ഇതേപോലെയാണ്. ജസ്റ്റ് മടക്കി കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളൂ. EF മടക്കുകയാണെങ്കിൽ ദേ വിൽ ബി ഓപ്പോസിറ്റ്. ഉണ്ടോ? E ആൻഡ് F ഓപ്പോസിറ്റ് ആയിരിക്കും. ആൻഡ് പിന്നെ നമ്മൾ EF മടക്കിയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇയാളെ മടക്കി ഇങ്ങനെ വെക്കുന്നു. നോക്കിക്കോളൂ. ഇക്ക് ഓപ്പോസിറ്റ് ആരായിരിക്കും? F ആയിരിക്കും. എക്ക് ഓപ്പോസിറ്റോ ആരായിരിക്കും? C ആയിരിക്കും. പിന്നെ ബാക്കിയുള്ള ബിക്ക് ഓപ്പോസിറ്റ് Dയും ആയിരിക്കും. ഇനി ഈ ഫിഗർ നോക്കിയിട്ട് നമുക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഫിഗറിൽ നോക്കൂ, ഒന്ന് ഇടപെട്ടിട്ടുള്ള സംഖ്യകൾ നോക്കാം, എയും സിയും. അപ്പൊ എക്ക് ഓപ്പോസിറ്റ് ആരായിരിക്കും? C ആയിരിക്കും, ഷുവർ. ആൻഡ് ബിക്ക് ഓപ്പോസിറ്റോ D. ബിന്റെ ഇടയിൽ ഒന്ന് ബി കഴിഞ്ഞിട്ട് C ആണ്, അതെടുക്കരുത് D. ബിക്ക് ഓപ്പോസിറ്റ് D ആയിരിക്കും. പിന്നെ ഇക്ക് ഓപ്പോസിറ്റ് F ആയിരിക്കും, ഇക്ക് ഓപ്പോസിറ്റ് F ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് മനസ്സിലാക്കുക. ഒന്ന് ഇടപെട്ടിട്ടുള്ള സംഖ്യകൾ നോക്കാം. ഇനി ഈ ചോദ്യം നോക്കും. ഈ ചോദ്യത്തിൽ ഈ പേപ്പർ മടക്കിയിട്ട് ഒരു ഡൈസാക്കി മാറ്റുകയാണെങ്കിൽ ഇതിൽ വരാൻ സാധ്യതയുള്ള ഇത് ഈ ടൈപ്പ് ഈ ഡൈസ് ആണോ, ഈ ഡൈസ് ആണോ, ഏതാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്നാണ് ചോദ്യം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഇടപെട്ടുള്ള സംഖ്യകൾ നോക്കുക. അപ്പോൾ എഫും ബിയും അല്ലേ? അപ്പോൾ എഫിന് ഓപ്പോസിറ്റ് ബി ആയിരിക്കും. പിന്നെ ഇയും സിയും, ഇക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും C ആയിരിക്കും. പിന്നെ ബാക്കിയുള്ള എയും ഡിയും ഓപ്പോസിറ്റ് ആയിരിക്കും, എക്ക് ഓപ്പോസിറ്റ് D ആയിരിക്കും. അത്ര നോക്കിയാൽ മതി. ഒന്ന് ഇടപെട്ടിട്ടുള്ള സംഖ്യകൾ നോക്കുക, അതായിരിക്കും ഓപ്പോസിറ്റ് ആയിട്ട് വരാം. അപ്പൊ നോക്കിക്കോളൂ, എഫിന് ഓപ്പോസിറ്റ് ബി ആണ്. എഫിന് ഓപ്പോസിറ്റ് ആണ് ബി, പക്ഷെ ഇവിടെ എഫിന് സൈഡായിട്ട് അഡ്ജസ്റ്റന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡൈസ് എന്തായാലും പറ്റില്ല. പിന്നെ ഇക്ക് ഓപ്പോസിറ്റ് ആണ് C, അപ്പൊ ഇതും പറ്റൂല, കാരണം ഇവിടെ ഇക്ക് അഡ്ജസ്റ്റന്റ് ആയിട്ടാണ് C വരുന്നത്, അപ്പൊ ഇത് പറ്റില്ല. പിന്നെ എക്ക് ഓപ്പോസിറ്റ് ആണ് D, അപ്പൊ ഇതും പറ്റൂല, കാരണം എക്ക് അഡ്ജസ്റ്റന്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളത് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് വൺ ക്യാൻ മേക്ക്. ഈ പേപ്പർ വെച്ചിട്ട് നമുക്ക് രണ്ടാമത് ഡൈസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു. ഇന്ന് എടുത്തൊന്ന് റിവൈസ് ചെയ്യാം. അപ്പൊ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആണെങ്കിൽ, സാധാ ഫോം ആണെങ്കിൽ അവിടെ ഇപ്പോൾ 4 നമ്പർ ഉണ്ടെങ്കിൽ 4 × 5/2. ഇനി ഇങ്ങനെ 2-3 ലൈൻ കൂടി ഉണ്ടെങ്കിൽ അപ്പോൾ 4 × 5 5 20 20/2 10. അപ്പോൾ 1 ആണെങ്കിൽ 10, 2 ആണെങ്കിൽ 20, 3 ആണെങ്കിൽ 30. ഇൻറ്റു ചെയ്താൽ മതി. രണ്ടാമത്തെ ടൈപ്പാണ് ഒരു ചതുരം, അതിലിങ്ങനെ വെച്ചിട്ട്. അപ്പോൾ എന്ത് ചെയ്യേണ്ടത്? 1 2 3 4 4 × 2 8 ആണ് വരിക. പിന്നെ എത്ര ആണെങ്കിലും 6 ആണെങ്കിലും 12 ആണെങ്കിലും നമുക്ക് ഇൻറ്റു ചെയ്താൽ മതി. മൂന്നാമത്തെ ഫിഗർ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ സെൻറ്റർ വെച്ചിട്ട് ഒരു പിന്നെ ജോയിൻ ചെയ്യുക. 1 2 3 4, പിന്നെ ബിഗസ്റ്റ് വൺ 5. അതിൻ്റെ ഉള്ളിലൊന്നുണ്ടെങ്കിൽ 4 + 4 + 1. ഉള്ളിലൊന്നുണ്ടെങ്കിൽ 4 + 4 + 4 + 1. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ടൈപ്പാണ് പിന്നെ ബിഗ്ഗസ്റ്റ് ട്രയാങ്കിൾ. ഓർത്ത് വെക്കേണ്ട നമ്പേഴ്സ് 1 5 13 27 48 78 ആൻഡ് 118 ആൻഡ് 170. ഓക്കെ, ഇപ്പോൾ 1 2 3 4 ആണെങ്കിൽ 5 ആണെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ട് 5ഉം ഇങ്ങോട്ട് 5ഉം ഇങ്ങോട്ട് 5 ഉണ്ടെങ്കിൽ ഇപ്പോൾ 5 വേണ്ടി നോക്കാം. 1 5 ആൻഡ് 13 ആൻഡ് 27 ആൻഡ് 48. അപ്പോൾ ദർ വിൽ ബി 48 ട്രയാങ്കിൾസ്. പിന്നെ നമ്മൾ പറഞ്ഞത് റെക്ടാങ്കിൾസ് ആണ്, ചതുരങ്ങൾ. എന്താ? ഇപ്പോൾ ഒറിസോണ്ടൽ ലൈൻസ് 10 വിചാരിച്ചോളൂ. ഇപ്പോൾ 10 C2 ഉണ്ട്, 10 C2. ഇനി വെർട്ടിക്കൽ ലൈൻസ് 6 ആണ് വിചാരിച്ചോളൂ. അപ്പോൾ 6 C2. അപ്പോൾ 10 C2 × 6 C2. 10 × 9/2 6 × 5/2, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞത് നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആണ്, ജസ്റ്റ് ക്ലോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 5 + 4 × 4 + 3 × 3 + 2 × 2 + 1 × 1. ഓക്കെ, ഇനി പിന്നെ റെഗുലർ അല്ലെങ്കിൽ 5 × 3 + 4 × 2 + പിന്നെ 3 × 1 അങ്ങനെ ചെയ്യാം.
പിന്നെ നമ്മൾ പറഞ്ഞത് ഡൈസിന്റെ ചോദ്യമാണ്. ഡൈസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡൈസ് ആണെങ്കിൽ ഓപ്പോസിറ്റ് നമ്പേഴ്സ് കൂട്ടുണ്ടെങ്കിൽ 7 ആയിരിക്കും. അത് നോക്കിയാൽ മതി. അത് 2-3 ഡൈസ് ഉണ്ടെങ്കിൽ അതല്ല 2-3 ഡൈസ് ഉണ്ടെങ്കിൽ ആ രീതിയിലല്ല ചെയ്യേണ്ടത്. എന്ത് ചെയ്യുക, ക്ലോക്ക് വൈസിലോ ആന്റി ക്ലോക്ക് വൈസിലോ എന്ത് ചെയ്യുക, കൗണ്ട് ചെയ്യുക. ക്ലോക്ക് വൈസിൽ ഇവിടെ 20 ഡൈസ് കൗണ്ട് ചെയ്യുക. ഒരേപോലെ നമ്പർ ആദ്യം എഴുതുക. എന്നിട്ട് ബാക്കിയുള്ള 2 ഡൈസിനും 2 ഡിഫറെന്റ് നമ്പേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. ഓക്കെ, അപ്പോ 1 3 6 1 4 1 3 6 1 6 5 1 ഇങ്ങനെ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇതെന്തായിരിക്കും, റോങ് ആണ്. കാരണം നോക്കൂ, ഇവിടെ പറയുന്നത് 3 ഓപ്പോസിറ്റ് 6 ആണ്, ഇവിടെ പറയുന്നത് 6 ഓപ്പോസിറ്റ് 5 ആണ്. അത് പറ്റില്ല. അപ്പൊ കൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അങ്ങനെ വരാത്ത ചാൻസിൽ കൗണ്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 1 3 6 1 4 5 ആണെങ്കിൽ നമുക്ക് പറയാം എന്താണ്, 3 ഓപ്പോസിറ്റ് 4 ആണ്, 6 ഓപ്പോസിറ്റ് 5 ആണ്, ആൻഡ് 1 ഓപ്പോസിറ്റ് ആയിരിക്കും അപ്പോൾ 2 ആയിരിക്കും വരാം. ഓക്കെ, പിന്നെ ആ പേപ്പർ കൗണ്ട് ചെയ്യുന്നത്, പേപ്പർ മടക്കിയാൽ ഡൈസ് ആവുന്ന ആ രീതി നമ്മൾ പറഞ്ഞത്. ഡൈസിലാണ് വേറെ ഒന്ന് പറഞ്ഞത്, ഇപ്പൊ 2 5 3 5 2 4 ആണെങ്കിൽ 3 ഓപ്പോസിറ്റ് 4 ആയിരിക്കും. ഓക്കെ, ഡൈസ് തിരിച്ച് വെക്കുന്ന ആ ഒരു സെറ്റപ്പ് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് പേപ്പർ മടക്കിയിട്ട് ഡൈസ് ആക്കുകയാണെങ്കിൽ ആ ഡൈസിന് നമുക്ക് എന്ത് പറ്റും, ഒന്ന് ഇടപെട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും ഓപ്പോസിറ്റ് വരാം. ABCD ആണെങ്കിൽ എക്ക് ഓപ്പോസിറ്റ് C വരാം. അങ്ങനെ നോക്കിയാൽ മതി. ഓക്കെ, ദാറ്റ് ഇസ്. താങ്ക് യു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചോദിച്ച ചോദ്യം ഫാദർ ഓഫ് ബോട്ടണി, ഉത്തരം തിയോഫ്രാറ്റസ്. പിന്നെ മൗണ്ട് കേറ്റുവിന്റെ പ്രത്യേകത. മൗണ്ട് കേറ്റു ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു. ഇത് എവിടെയാണ്, ഇന്ത്യയിലാണ്, പക്ഷെ പാക് അധീന കാശ്മീരിലാണ്, പാകിസ്ഥാന് കീഴിലാണ് ഇപ്പോൾ മൗണ്ട് കേറ്റു ഉള്ളത്. പൂർണ്ണമായിട്ടും ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. കാഞ്ചൻജംഗയുടെ ഉയരം 85-86 ആണ്, 8586. ഓക്കെ, മൗണ്ട് കേറ്റിനത് 86-11 ആണ്, 8611. മൗണ്ട് എവറസ്റ്റിനത് 88-48 ആണ്, 8848 മീറ്റർ. ഓക്കെ, ഇന്നത്തെ ചോദ്യം ഇതാണ്, ഇതിൽ എത്ര ത്രികോണങ്ങളുണ്ട്? ഓക്കെ, താങ്ക് യു.